പ്രേക്ഷകർ ഒന്നടങ്കം ഏറെ കാത്തിരുന്ന എപ്പിസോഡായിരുന്നു ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ്. നിരാശപ്പെടുത്തുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. ജിൻഡോനെ ജയിലിൽ വെച്ച് ആക്രമിച്ചതിനെ പറ്റി ലാലേട്ടൻ ജാസ്മിനോട് ചോദിച്ചു. എന്നാൽ വളരെ പാമ്പർ ചെയ്ത് സംസാരിക്കുന്ന ആ ഒരു ലാലേട്ടനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. തിരിച്ച് ചോദ്യം ചോദിക്കുമ്പം അവർ മറുപടി പറയാൻ ധൈര്യപ്പെടാത്ത ഒരു ലാലേട്ടനെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പൊ കംപ്ലീറ്റ്ലി എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ലാലേട്ടനെയാണ് നമ്മൾ കാണുന്നത്. ജാസ്മിനോട് അത്രയ്ക്ക് കെയർ ചെയ്തും സുഖിപ്പിച്ചുമാണ് ലാലേട്ടൻ സംസാരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ തുടങ്ങുന്നത്. ജയിലിനകത്ത് വെച്ച് എന്തായിരുന്നു ജിൻഡോ എന്ന് പറഞ്ഞ് എല്ലാ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്നത് ജിൻഡോയുടെ അടുത്തായിരുന്നു. എന്നിട്ട് ജിൻഡോ പറയുന്നുണ്ട് ജയിലിനകത്ത് വെച്ച് ഇങ്ങനെ അറ്റാക്ക് ചെയ്ത കാര്യമൊക്കെ പറയുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ സംയമനം പാലിക്കണം, നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറണം. കൗൺസിലിങ്ങിന് കൊണ്ടുപോകുമ്പം സംസാരിക്കുന്ന ആൾക്കാരെ പോലെയാണ് ലാലേട്ടൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തും സംയമനം പാലിച്ചും വേണ്ടേ പോവാൻ എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, ലാലേട്ട ഞാൻ സംയമനം പാലിച്ചാണ് ഇരുന്നത്, അതുകൊണ്ടാണ് എന്നെ അടിച്ചിട്ട് പോലും ഞാൻ തിരിച്ചടിക്കാത്തത് എന്ന് ജിൻഡോ പറയുന്നുണ്ട്. എന്നാൽ അതുപോലും കേൾക്കാതെ ജിൻഡോ പറയുന്ന ആ കാര്യമൊന്നും വലിയ കാര്യമായിട്ട് പോലും എടുക്കാതെ ജസ്റ്റ് ജാസ്മിൻ അടിച്ചോ എന്ന് ചിരിച്ചോണ്ട് ചോദിക്കുന്ന ലാലേട്ടനെയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ നേരെ തിരിച്ച് ജിൻഡോയാണ് ജാസ്മിനെ അടിച്ചിരുന്നതെങ്കിൽ ഇതേ രീതിയിൽ ചിരിച്ചോണ്ട് സംസാരിക്കുന്ന ഒരു ലാലേട്ടനെ ആയിരിക്കുമോ നമുക്ക് കാണാൻ സാധിക്കുക? കഴിഞ്ഞ ആഴ്ച സിബിനോട് സംസാരിച്ച ലാലേട്ടനെ അല്ല നമുക്ക് ഈ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത്. എന്തുകൊണ്ടാണ് ജാസ്മിന് മാത്രം ഇത്രയേറെ പ്രിവിലേജസ്? ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ഒരു പണിഷ്മെന്റ് പോലും ലാലേട്ടൻ ജാസ്മിന് കൊടുക്കുന്നില്ല. എന്തായാലും വളരെ നിരാശയേറിയ ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.